എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? നമ്മൾ പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജിന് ചുറ്റും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സപ്പോസ് ഇവിടെ ഒരു ഇലക്ട്രിക് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്ത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചു. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ഇമാജിനറി ലൈൻസ് ആണ് കേട്ടോ. ഇമാജിനറി ലൈൻസ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ്, അതായത് ചാർജിന് ചുറ്റുമുള്ള ഇമാജിനറി ലൈൻസ് ആണത് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവിൽ നിന്നാണത് മൂവ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജിൽ നിന്ന് മൂവ് ചെയ്യുന്ന ഒരു ഇമാജിനറി എന്താണ് ലൈൻസ് ആണ്. ചാർജിന് ചുറ്റുമുള്ള ഇമാജിനറി ലൈൻസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജിന് ചുറ്റും കുറേ ചാർജസ് സപ്പോസ് ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. കുറേ ചാർജസ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്? പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് ഒരു പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ നമ്മൾ ഓരോ ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുണ്ടാകുന്ന നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ചുറ്റിനുമുള്ള ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പുറത്തേക്ക് ആരോ മാർക്ക് പുറത്തേക്കാണ് കേട്ടോ. പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ചാർജിനും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് ഇങ്ങോട്ട് വരുന്നതായിട്ടാണ് കേട്ടോ. അതിൻ്റെ ഈ നെഗറ്റീവ് ചാർജിലേക്ക് വരുന്ന രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നത്. മനസ്സിലായത്? ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പം അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നെഗറ്റീവിൻ്റെ അങ്ങോട്ട് വരുന്നതായിട്ട് കേട്ടോ, ഉള്ളിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ പിക്ചോറിയലായിട്ട് ഫീൽഡ് ലൈൻസിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവിൽ നിന്നും മൂവ് ചെയ്യുന്നു. അത് എങ്ങോട്ടാണ് വരുന്നത്? നെഗറ്റീവിലേക്കാണ് വരുന്നത്. നെഗറ്റീവിലേക്ക് എപ്പോഴും വരുവാണ് ചെയ്യുന്നത്. പോസിറ്റീവിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജ്, ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജുമാണ്.